വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ പ്രസംഗങ്ങൾ, സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ വളരെ ലളിതമായ ഒരു രോഗശാന്തിയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യങ്ങളെ, ചിന്തകളാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് വായിക്കും. 38 കൊല്ലമായി ഒരു കുളക്കരയിൽ, ബെത്സൈദ എന്ന കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഒരു ദിവസമാണ് കർത്താവ് അവനെ കണ്ടുമുട്ടുന്നത്. അവൻ്റെ മനോഭാവങ്ങൾ, അവൻ്റെ ജീവിതത്തിൽ വന്ന മനോഭാവ മാറ്റം നമുക്കറിയാം, നമ്മളിൽ പല രോഗികൾക്കും ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അതിലേക്ക് വരാം. മാർപ്പാപ്പ ഈ സന്ദേശം പറയുമ്പോൾ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. ബുധനാഴ്ചകളിലാണ് മാർപ്പാപ്പ റോമിലുള്ളപ്പോൾ ഒരു പൊതു ദർശനം നടത്തുന്നത്. ആയിരങ്ങൾ മാർപ്പാപ്പമാരെ കാണാനും കേൾക്കാനും വേണ്ടി ഒന്നിച്ചു കൂടുന്ന ദിവസമാണ് ബുധനാഴ്ചകൾ. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മാർപ്പാപ്പ പ്രസംഗിക്കും. ചിലപ്പോൾ ഒരു വിഷയത്തിൻ്റെ വിവിധ മാനങ്ങളാണ് പ്രസംഗിക്കുന്നത്. പ്രത്യാശയെക്കുറിച്ചും കരുണയെക്കുറിച്ചുമാണ് കഴിഞ്ഞ കൊല്ലം മുഴുവനും മാർപ്പാപ്പ പ്രസംഗിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ഒരു പ്രസംഗമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: സുഖപ്പെടുത്തുന്ന ഈശോയെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതിനെപ്പറ്റി ധ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാർപ്പാപ്പ പറഞ്ഞു, ആകപ്പാടെ പെട്ടുപോയി, കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ വഴിമുട്ടിപ്പോയി എന്ന് തോന്നിയ അവസരങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും അവിടെ കേട്ടിരുന്ന ആളുകളോട് പറഞ്ഞു, പ്രത്യേകം ഒരു നിമിഷം ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഇതുപോലുള്ളൊരു അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ. മാർപ്പാപ്പ പറഞ്ഞു, ചില സമയങ്ങളിൽ വാസ്തവത്തിൽ പ്രത്യാശയിൽ തുടരുന്നത് നമുക്ക് അർത്ഥശൂന്യമാണ് എന്ന് തോന്നിയേക്കാം. മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എത്രയോ പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ല അച്ഛാ, തകർന്ന് രക്ഷയില്ല എന്ന് പറയുന്ന അവസ്ഥ. ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും മനുഷ്യർ? പിൻവലിഞ്ഞ് അല്ലെങ്കിൽ ഉൾവലിഞ്ഞ് ഇനി ഒരു അംഗത്തിന് താല്പര്യമില്ലാത്തതുപോലെ ദുഃഖിതരായി, വിഷണ്ണരായി, വിഷാദരായി കഴിയുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥയെയാണ് സുവിശേഷങ്ങളിൽ തളർവാദത്തിൻ്റെ ഒരു രൂപമായി വിവരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മൾ കേട്ട സംഭവം അതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് തളർവാദ രോഗിയുടെ ഈ സൗഖ്യത്തെക്കുറിച്ചുള്ള ഈ വിവരണം പ്രത്യേകം ചിന്തിക്കാൻ മാർപ്പാപ്പ താല്പര്യം കാണിക്കുന്നത്. യഹൂദരുടെ ഒരു തിരുനാളിനാണ് ഈശോ ജെറുസലേമിലേക്ക് പോകുന്നത്. അത് അദ്ദേഹത്തിന് പതിവായിരുന്നല്ലോ. ജെറുസലേമിലേക്ക് തിരുനാളുകൾക്ക് പോവുക എല്ലാ യഹൂദനും പോകുന്ന കാര്യമാണ്. അവിടുന്ന് നേരെ ദേവാലയത്തിലേക്ക് പോയില്ല ഈ ദിവസം. പിന്നെ എവിടെ പോയി? പകരം ബലിയർപ്പിക്കാനുള്ള ആടുകളെ അതിനു മുമ്പ് കഴുകുന്ന ഇടമായ അജകപാഠത്തിൽ നിൽക്കുകയായിരുന്നു ചെയ്തത്. അജകപാഠം, ആടുകളെ ബലിയർപ്പിക്കാനുള്ള ആടുകളെ കുളിപ്പിക്കുന്ന സ്ഥലമാണത്. അശുദ്ധരെന്ന് കരുതപ്പെട്ടിരിക്കുന്നതിനാൽ ദേവാലയത്തിൽ നിന്നും അകറ്റപ്പെട്ട രോഗികൾ ആടുകളിൽ നിന്നും വ്യത്യസ്തമായി അജകപാഠത്തിനരികിൽ ഉണ്ടായിരുന്നു. അവിടെ അജകപാഠത്തിനരികിലാണ് രോഗികളും അശുദ്ധരാണ്, അവരും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ കഷ്ടപ്പാടുകളിൽ
അവർക്കരികിലേക്ക് എത്തുന്നത് ഈശോ തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ അവിടെ നിന്നത് അജകപാഠത്തിങ്കൽ. രോഗികളായിരിക്കുന്ന ആളുകളുടെ സമീപത്തേക്ക് ചെല്ലുന്ന കർത്താവിൻ്റെ ചിത്രമാണ് നമ്മളവിടെ വായിക്കുന്നത്. തങ്ങളുടെ വിധി മാറ്റിയേക്കാവുന്ന അത്ഭുതം ഉണ്ടാകുമെന്ന് ഈ ആളുകൾ പ്രതീക്ഷിച്ചു. കാരണം ഈശോ എപ്പോഴും രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്തോടെ തൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നു. സൗഖ്യം നൽകുക എന്നത് ഈശോയുടെ ഒരു രീതിയാണല്ലോ. സുവിശേഷങ്ങൾ നമ്മൾ വായിച്ചാൽ അതിൻ്റെ 1/3 വിവരണങ്ങൾ കർത്താവ് ചെയ്ത രോഗശാന്തിയുടെ അത്ഭുതങ്ങളാണ്. അപ്പോൾ ഈ ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈശോയെ കാണുമ്പോൾ പ്രതീക്ഷിക്കും ഇന്ന് സൗഖ്യം ലഭിക്കും. കവാടത്തിനരികിൽ ഒരു കുളമുണ്ടായിരുന്നു. അജകവാടത്തിനോട് ചേർന്നൊരു കുളമുണ്ടായിരുന്നു അരികിൽ. ആ കുളത്തിൻ്റെ ഒരു പ്രത്യേകത, അതിലെ ജലം അത്ഭുത രോഗശാന്തിക്ക് കഴിവുള്ളതാണ് എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. ചിലപ്പോൾ വെള്ളം ഇളകുകയും അക്കാലത്തെ വിശ്വാസമനുസരിച്ച്, ആ നാട്ടിലെ ആളുകളുടെ വിശ്വാസമനുസരിച്ച് അതിലാദ്യം മുങ്ങുന്നവർ ഒരു മാലാഖ വന്ന് ഇളക്കുന്നുവെന്നാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ ആദ്യം ഇറങ്ങുന്നവർ ആരായാലും അയാൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. അതായിരുന്നൊരു വിശ്വാസം. അപ്പോൾ ഇത് ഈ ആദ്യം ഇറങ്ങാനുള്ള ബഹളത്തിൽ അവരുടെ ഇടയ്ക്ക് ഭയങ്കരമായ കലാപമുണ്ട്. കാരണം എല്ലാ മനുഷ്യനും അങ്ങനെയാണ്, ഒരാളെ സുഖപ്പെടുകയുള്ളൂ. വെള്ളം ഇളകുന്ന സമയത്ത് തിടുക്കമുണ്ടാകും, വഴക്കുണ്ടാകും. മാർപ്പാപ്പ പറഞ്ഞ അവരുടെ ഇടയിൽ ഒരു തരം യുദ്ധം തന്നെ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ്. പരിക്ഷീണിതരായി വലിഞ്ഞ് ഈ കുളത്തിലേക്ക് പോകാൻ പാടുപെടുന്ന രോഗികളുടെ ദുഃഖകരമായ രംഗം നമുക്ക് വേണമെങ്കിൽ ഭാവന ചെയ്യാവുന്നതാണ്. ഇത് വിഷമിച്ചായിരിക്കും അവരങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നത്. രോഗികൾ, അത്യാസന്ന തരത്തിലുള്ള രോഗികൾ അവിടെ ആയിരിക്കുന്നത്. കരുണയുടെ ഭവനം എന്നാണ് ബെത്സൈദ എന്ന ഹെബ്രായ വാക്കിൻ്റെ അർത്ഥം. കരുണയുടെ ഭവനം. ആ കുളത്തിൻ്റെ അടുക്കലാണ് ഈശോ ചെല്ലുന്നത്. ഇതിനെപ്പറ്റി ഒരു വ്യാഖ്യാനം നമ്മൾ നടത്തിയാൽ, ഇത് രോഗികളും ദരിദ്രരും ഒത്തുചേരുകയും അവർക്ക് സൗഖ്യം നൽകാൻ കർത്താവ് വരികയും ചെയ്യുന്ന സഭയുടെ ഒരു പ്രതീകമായി കാണാവുന്നതാണ്. രോഗികളും ആകുലരും. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ വീക്ഷണത്തിലും ഇന്ന് അത്രയും ഗൗരവപൂർവ്വം വരുന്നില്ല, ചെയ്യുന്നില്ലെന്നല്ല, കേന്ദ്രമായി ദരിദ്രർ കടന്നു വരുന്നില്ല. ഇന്ന് ദരിദ്രരെ സഹായിക്കുക, അവരുടെ പുനരുത്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നീ കാര്യങ്ങൾ കർത്താവിൻ്റെ ആ ജീവിതം നമ്മൾ വീക്ഷിക്കുമ്പോൾ എപ്പോഴും ദരിദ്രർക്ക് തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ പ്രാമുഖ്യം നൽകിയിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ ആദ്യമായി എഴുതിയ അപ്പസ്തോലിക ലേഖനം ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന ആ ചാക്രിക ലേഖനം ദരിദ്രരെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. ദരിദ്രർ സുവിശേഷത്തിൻ്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം കേന്ദ്രമാണ് എന്ന ആശയം ഇന്ന് ലോകത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന പുതിയ മാനങ്ങളെക്കുറിച്ചെല്ലാം സവിസ്തരം അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെയും പരിശുദ്ധ പിതാവ് പറയുകയാണ്, ബെത്സൈദ കുളം പാപികളും ബലഹീനരും രോഗികളും ആകുലരുമായ ആളുകൾ ഒന്നിച്ചു കൂടുന്ന വേദിയാണ്. അവർക്ക് സൗഖ്യവും രക്ഷയും നൽകാനുള്ള വേദിയാണ് സഭ. അതുകൊണ്ട് സഭയുടെ പ്രതീകമാണ് എന്ന് മാർപ്പാപ്പ ഇവിടെ അവതരിപ്പിക്കുകയാണ്. 38 വർഷമായി തളർവാദം ബാധിച്ചു കിടക്കുന്ന ഒരാളെ ഈശോ ഇവിടെ പ്രത്യേകം ബന്ധപ്പെടുകയാണ്, സംസാരിക്കുകയാണ്. 38 വർഷം വെള്ളമിളകുമ്പോൾ ഒരിക്കലും കുളത്തിൽ മുങ്ങാൻ കഴിയാത്തതിനാൽ അയാൾ നിരാശനായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. 5-ാം അധ്യായം 7-ാം തിരുവചനം വായിക്കുമ്പോൾ നമുക്കത് കാണാം. തീർച്ചയായും പലപ്പോഴും നമ്മെ തളർത്തുന്നത് മാർപ്പാപ്പ നമ്മോട് പറയുന്നു നിരാശയാണ്. അത് നമ്മെ ഉദാസീനതയിലേക്കും നിരുത്സാഹത്തിലേക്കും തള്ളിയിടും. നിരാശയുടെ ഒരു അതുകൊണ്ടാണ് നിരാശപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത്. പ്രത്യാശയുള്ളവരായിരിക്കുവാൻ,
ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുമാത്രം ഊന്നലാണ് അതിന് കൊടുത്തത്. നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലം 2025 ഒരു പ്രത്യാശയുടെ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യാശയെപ്പറ്റി കൂലങ്കഷമായി ചർച്ച ചെയ്യാനും പഠിക്കാനുമാണ് നമ്മോട് പറഞ്ഞത്. പ്രത്യാശയാണ് ലോകത്തെ നയിക്കുന്നത്. പ്രത്യാശയില്ലെങ്കിൽ നമ്മൾ നിരുന്മേഷരായിത്തീരും, നിരുത്സാഹത്തിലേക്ക് വഴുതി വീഴും. ഇവിടെ നമുക്ക് ഈശോ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അത്ര പ്രസക്തമാണ് എന്ന് തോന്നുകയില്ല. പ്രത്യക്ഷത്തിൽ അവനോട് ചോദിക്കുന്ന ഈശോ തളർവാതിരോഗിയോട് ചോദിക്കുന്നു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? 6-ാം തിരുവചനമാണിത്. ഈ അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം. എന്നാൽ അത് ആവശ്യമുള്ളൊരു ചോദ്യമാണ് എന്ന് മാർപ്പാപ്പ വ്യാഖ്യാനിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് വർഷമായി, 38 കൊല്ലം ദീർഘകാലമാണ്, അവിടെ പെട്ടുകിടക്കുന്ന ഒരാളിൽ സുഖപ്പെടാനുള്ള ആഗ്രഹം പോലും മങ്ങിപ്പോയേക്കാം. സുഖപ്പെടണം എന്നൊരു ആഗ്രഹം പോലും ഇല്ല. അവനവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. അവൻ്റെ വാക്കുകൾ അതാ, ഞാൻ ചെല്ലുന്നതിന് മുമ്പേ വേറൊരുത്തനെ ഇറങ്ങിയിരിക്കും, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന നിലപാടിലാണ് അവൻ നിൽക്കുന്നത്. ആകപ്പാടെ നിരാശയിലാണ്. അപ്പം മങ്ങിപ്പോയി. ചിലപ്പോൾ നമ്മൾ രോഗാവസ്ഥയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഒരു കാര്യം, നമ്മെ മറ്റുള്ളവർ പരിചരിക്കണമെന്ന് നിർബന്ധിക്കുക. രോഗിയായതുകൊണ്ട് ഇതെനിക്ക് കിട്ടൂല്ലോ എന്നോർക്കാം. ഇവിടെ കിട്ടാൻ ആരുമില്ല. എന്നാൽ പോലും മറ്റിടത്ത് അങ്ങനെ വരുന്നതുകൊണ്ട് സൗഖ്യം വേണ്ട, ഇങ്ങനെ അങ്ങ് ആയിരിക്കുന്ന നല്ലതെന്ന് കരുതുന്ന മാനസിക അവസ്ഥയുള്ളവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാതിരിക്കാനുള്ള ഒഴികഴിവ് കൂടിയാണിത്. രോഗത്തിൽ നിന്ന് നമ്മൾ ഉണർന്നാൽ ജോലി ചെയ്യണം, അധ്വാനിക്കണം, ആ തരത്തിലേക്ക് വരും. ഇതാണ് എങ്ങനെയൊക്കെ തരുന്ന ആളുകൾ തരുന്ന പൈസ കൊണ്ട് ആളുകൾ ധാരാളം വരുന്നു. ജെറുസലേം ദേവാലയത്തിനടുത്താണ്, അജകപാഠത്തിനടുത്താണ്, ധാരാളം പേര് വരുന്നു. അവർ സഹായിക്കും, അവർ പണം തരുന്നുണ്ട്. അതുകൊണ്ട് ഭിക്ഷയാചിച്ച് അങ്ങനെ ജീവിക്കുന്നു എന്നതാണ്. അങ്ങനെ പോകാം. അപ്പോൾ സ്വന്തമായി ഒരു കാര്യം ചെയ്യണമല്ലോ എന്ന ആ കാര്യത്തെപ്പറ്റി പോലും ചിന്തിക്കാതെ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈശോ അതുകൊണ്ടാണ് ഈ മനുഷ്യനെ അയാളുടെ യഥാർത്ഥവും ആഴമേറിയതുമായ ആഗ്രഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അവൻ്റെ ഏറ്റവും നന്മയായിരിക്കുന്ന ആഗ്രഹം അവന് സുഖം പ്രാപിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് അവൻ വിടുതൽ പ്രാപിച്ച് പോവുക എന്നുള്ളതാണ്. ആ ആഗ്രഹം അവനിൽ ജനിപ്പിക്കണം. അതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒഴികഴിവ് പറഞ്ഞ് നീ മാറി നിൽക്കുകയാണോ? ഈശോയുടെ ചോദ്യത്തിന് ഈ മനുഷ്യൻ കൂടുതൽ വ്യക്തമായി ഉത്തരം നൽകുകയും തൻ്റെ ജീവിത വീക്ഷണം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. കൂടുതൽ വ്യക്തമായി ഉത്തരം നൽകി. തന്നെ കുളത്തിലിറക്കാൻ ആരുമില്ലെന്നാണ് ആദ്യമായി അയാൾ പറയുന്നത്. അതിനാൽ അയാളെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, മറിച്ച് അയാളെ പരിചരിക്കാത്ത മറ്റുള്ളവരെയാണ് എന്ന പരാതിയാണ്. ഈ മനോഭാവം ഉത്തരവാദിത്വം ഒഴിവാക്കാനുള്ള ഒഴികഴിവായി മാറുന്നു എന്ന് പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ വ്യാഖ്യാനിക്കുകയാണ്. എന്നാൽ അവനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണോ എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെ വിശുദ്ധ ആഗസ്തീനോസിൻ്റെ പ്രബുദ്ധമായ ഉത്തരമുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മാർപ്പാപ്പ എപ്പോഴും ആഗസ്തീനോസിനെ എടുത്ത് ഉദ്ധരിക്കാറുണ്ടല്ലോ എല്ലായിടത്തും. ഇവിടെയും പറയുകയാണ്. ആഗസ്തീനോസ് പറയുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ രോഗശാന്തിക്കായി ഒരു മനുഷ്യനെ അയാൾക്ക് ആവശ്യമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ദൈവം കൂടിയാണ്. ഇവിടെ ദൈവം തന്നെ വന്നിരിക്കുക, ദൈവം കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ള ആ മനുഷ്യൻ അവൻ്റെ അടുക്കൽ അവിടുന്ന് വന്നു. പിന്നെ സൗഖ്യം എന്തിനു വൈകുന്നു എന്നാണ് ആഗസ്തീനോസ് ചോദിക്കുന്നത്. ഇതാണ് ആ കാര്യം. താൻ കുളത്തിൽ മുങ്ങാൻ ശ്രമിക്കുമ്പോൾ എല്ലായ്പ്പോഴും തനിക്ക് മുന്നിൽ ആരെങ്കിലും വരുമെന്ന് തളർവാദം ബാധിച്ചയാൾ കൂട്ടിച്ചേർക്കുന്നു. ഈ മനുഷ്യൻ ജീവിതത്തെ വിധിയുടെ പ്രതിഫലനമായി
പ്രകാശിപ്പിക്കുന്നു എന്നും മാർപ്പാപ്പ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്, വിധി ഇതാണ് എൻ്റേത്, വിധി നമുക്കെതിരാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് കരുതുന്നവർ, അങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. അവർക്കെല്ലാം ഒരു പാഠമാണ് കർത്താവിൻ്റെ ഈ സൗഖ്യമാക്കൽ സംഭവമെന്ന് നമുക്ക് ഓർക്കാം. ഈ മനുഷ്യൻ നിരാശനാണ്, ജീവിത പോരാട്ടത്തിൽ പരാജയപ്പെട്ടുവെന്ന് അവന് തോന്നുന്നു. പകരം എന്താണ് വേണ്ടത്? ജീവിതം തൻ്റെ തന്നെ കരങ്ങളിലാണെന്ന് കണ്ടെത്താൻ ഈശോ അവനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നീ ആഗ്രഹിക്കുന്നുവോ? സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യം അതുകൊണ്ട് വളരെ പ്രസക്തമാണ്. അവനെ സഹായിക്കാൻ, എഴുന്നേൽക്കാനും വിട്ടുമാറാത്ത അവസ്ഥയിൽ നിന്ന് സ്വയം ഉയരാനും കിടക്കയും എടുത്ത് പോകാനും അവിടുന്ന് അവനെ ക്ഷണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. അതിലവിടെ ഇട്ടേച്ച് പോകാനല്ല പറഞ്ഞത്, അത് എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനും അർത്ഥം മാർപ്പാപ്പ വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ആ കിടക്ക ഉപേക്ഷിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യേണ്ട ഒന്നല്ല. അത് അവൻ്റെ പഴയ രോഗാവസ്ഥയെ, അവൻ്റെ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്ന കാര്യമാണ്. ഒരു മരിച്ച മനുഷ്യനെ പോലെ കിടക്കാൻ അത് അവനെ നിർബന്ധിതനാക്കിയിരുന്നു. അവനോട് കിടക്കുക, തളർവാദ രോഗി കിടക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ ആ പായും എടുത്ത് ആഗ്രഹിക്കുന്നിടത്തേക്ക് അവന് പോകാനാകും. തളർന്ന് കിടക്കുകയല്ല, അവൻ ആ പായ എടുത്ത് വേറെ സ്ഥലത്ത് പോയി കിടക്കണമെങ്കിൽ കിടക്കാം. അവന് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അവനെ നയിക്കുകയാണ്. തൻ്റെ ചരിത്രം എങ്ങനെ ആക്കണമെന്ന് അവന് സ്വയം തീരുമാനിക്കാം. ഇത് രണ്ടുമാണ് നഷ്ടപ്പെട്ടു പോയത് തളർവാദ രോഗിക്ക്. ഇത് രണ്ടും അവന് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു. ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഉത്തരവാദിത്വം, സ്വന്തം ജീവിതത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, അവനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് യേശു കാരണമാണ് അവന് സംഭവിച്ചത് എന്നത് വളരെ കരണീയം, ശ്രദ്ധേയമായ കാര്യമാണ്. മാർപ്പാപ്പ തൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതം എവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ദാനത്തിനായി നമുക്ക് കർത്താവിനോട് യാചിക്കാം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ കുരുങ്ങിക്കിടക്കുന്ന, പെട്ടുപോയ ചില സംഭവങ്ങൾ ഉണ്ടാകാം, അവസ്ഥകൾ ഉണ്ടാകാം. ആ അവസ്ഥയിൽ നിന്ന് ഉണർന്നെണീക്കാൻ ഈ ബെഡ്സൈദ കുളത്തിലെ തളർവാദ രോഗി നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. സുഖം പ്രാപിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തിന് ശബ്ദം നൽകാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ പറയണം, എനിക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യം. കൂടാതെ ഒരു വഴിയും കാണാതെ തളർന്നു കിടക്കുന്ന എല്ലാവർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാനും കഴിയും. ഇപ്പം നമ്മൾ പൊതുവെ ഇത് കേൾക്കുന്ന ആളുകൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കണം. രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിശ്വാസി എന്ന നിലയിൽ, ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്കുള്ള ഒരു ഉത്തരവാദിത്തമാണ്. കരുണയുടെ യഥാർത്ഥ ഭവനമായ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ, അതാണ് കർത്താവിൻ്റെ കരുണയുടെ യഥാർത്ഥ ഭവനമായ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കാനുള്ള മടങ്ങി വരവിനായി നാം യാചിക്കണം. അത് നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ മുമ്പിലുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് പരിശുദ്ധ പിതാവ് തളർവാദ രോഗിയുമായി ബന്ധപ്പെട്ട്, ബെഡ്സൈദ കുളക്കരയിലെ തളർവാദ രോഗിയെ ആയി ബന്ധപ്പെടുത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിന്തകൾ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള തളർവാദമല്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പോകണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണിത്. സാധാരണ പൊതുസന്ദർശനത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ആശംസകൾ അർപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെ സന്നിഹിതരാകുന്ന പ്രത്യേക ഗണങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിന് പുറമെ അഭ്യർത്ഥന നടത്താറുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന വേദനകളെ, ദുഃഖങ്ങളെ, ദുരന്തങ്ങളെ, അവയ്ക്ക് എതിരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ ഈ പ്രസംഗം പറഞ്ഞത്. അതുകൊണ്ട് ശക്തമായി എല്ലാ പൊതുദർശന വേളകളിലും മാർപ്പാപ്പ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഈ പ്രസംഗത്തിനെ തുടർന്ന് മാർപ്പാപ്പ നടത്തിയ അഭ്യർത്ഥനയിൽ ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നു. യുദ്ധം തകർത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഉക്രൈൻ, ഇറാൻ, ഇസ്രായേൽ, ഗാസ
എന്നിവിടങ്ങളിൽ നിന്ന് ഉയരുന്ന വേദനയുടെ നിലവിളിയാലാണ് സഭ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നാം ഒരിക്കലും യുദ്ധത്തിൽ ഏർപ്പെടരുത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് പ്രലോഭനങ്ങളെ തള്ളിക്കളയുന്നത് പോലെ ശക്തവും സങ്കീർണവുമായ ആയുധങ്ങളോടുള്ള ആകർഷണം നിരസിക്കുകയും വേണം. ഇന്ന് ആധുനിക ശാസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തരം ആയുധങ്ങളും യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ശരിയാണ്, എല്ലാം നിർമ്മിത ബുദ്ധി വഴിയാണ് ഇപ്പോൾ പല യുദ്ധങ്ങളും നടക്കുന്നത്. അതിൻ്റെ ഭീകരത വർദ്ധിക്കുന്നു, കാരണം അതിന് ഹൃദയമില്ല. മാർപ്പാപ്പ എഴുതിയ ചാക്രിയ ലേഖനത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. മനുഷ്യർക്കാണ് ഹൃദയമുള്ളത്, വികാരമുള്ളത്, സ്നേഹമുള്ളത്, കരുണയുള്ളത്. അവർക്ക് അതില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അപകടം കൂടുതലാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. യുദ്ധത്തിൻ്റെ ഉഗ്ര സ്വഭാവം അന്യോന്യം ഏറ്റുമുട്ടുന്നവരെ മുൻകാലത്തേക്കാൾ വലിയ കാട്ടാളത്വത്തിലേക്ക് നയിക്കുന്നുവെന്ന ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് എന്ന് മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്കറിയാം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയതിൻ്റെ കാര്യവും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിനാൽ മനുഷ്യ അന്തസ്സിൻ്റെയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും പേരിൽ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലുള്ളവരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാനും ആവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഇതാണ്: യുദ്ധം എപ്പോഴും പരാജയമാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ സമാധാനത്താൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല, യുദ്ധത്താൽ എല്ലാം നഷ്ടപ്പെടാം. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണമെന്ന ആഹ്വാനമാണ് നൽകിയത്. മനുഷ്യരെ സഹായിക്കണം, ആവശ്യത്തിലിരിക്കുന്നവർ, രോഗികൾക്ക് കരുണയും സ്നേഹവും സൗഖ്യവുമായി തീരണം എന്ന സന്ദേശമാണ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നമുക്ക് പ്രത്യേകം കരുണയോടെ എല്ലാവരോടും, പ്രത്യേകിച്ച് രോഗികളും ആവശ്യത്തിലിരിക്കുന്നവരോടും നമുക്ക് കരുണയുള്ളവരാകാം, അവരെ സാന്ത്വനിപ്പിക്കാം, അവരെ സഹായിക്കാം. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.